നമസ്കാരം. ഞാഞ്ഞൂലിനും പത്തി എന്നുള്ളതാണ് കുന്നംകുളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടുമാരാണ്. പുതുമഴയത്ത് പൊടിഞ്ഞ പാറ്റ പോലും ഇവിടെ പണിയുണ്ടാക്കുകയാണ്. പോലീസ് പോലും പലപ്പോഴും ഇവിടെ ഇത്തരക്കാരുടെ നീക്കങ്ങൾക്കെതിരെ അവർ നിസ്സഹായരാണ്. നടപടിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോലീസ് പോകുന്നു എന്ന പരാതി പൊതുജനത്തിനുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 5-ാം തീയതി കുന്നംകുളം പോലീസിനെതിരെ തന്നെ ഒരു വാർത്ത ഒരു ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. കുന്നംകുളം പോലീസിന്റെ പാണ്ടിപ്പട മോഡൽ യാത്ര എന്ന തലക്കെട്ടോടു കൂടിയാണ് ഒരു സോഷ്യൽ മീഡിയ പേജിൽ കുന്നംകുളം പോലീസിനെതിരെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. 6ഓളം പോലീസുകാർ ഒരു പിക്കപ്പ് വാനിന്റെ പുറകിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്തു. അവർ കുന്നംകുളത്തിന് സമീപത്തുള്ള ചാട്ടുകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ചെന്നിരുന്നവർ മദ്യപിച്ചതിന് ശേഷം അവരവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ആ പിക്കപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അവർ വീഴാൻ പോയി, മദ്യലഹരിയിലായിരുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. മാത്രമല്ല ഈ പിക്കപ്പ് വാനിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന ഒരു ആരോപണവുമുണ്ട്. എന്തായാലും ഈ വാർത്ത ആദ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് കാര്യമായി അങ്ങ് ശ്രദ്ധിച്ചില്ല. അതായത് അത് ഒഴിവാക്കി വിട്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ വാർത്തക്കടിയിലുള്ള ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തീർച്ചയായും ഇത് എന്താണ് എന്നൊന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുന്നംകുളം പോലീസുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴത്തെ പുതിയ വിഷയം എന്ന് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. കുന്നംകുളം SHOയെ ഇന്നലെ തന്നെ ഫോണിൽ വിളിച്ചു. ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ ഭാഗമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്നു. എന്തിനാണ് പിക്കപ്പ് വാനിൽ പോലീസ് യാത്ര ചെയ്തത്? എന്തായിരുന്നു പോലീസിന്റെ ഉദ്ദേശം? എന്തിനാണ് പോലീസ് പിക്കപ്പ് വാനിൽ യാത്ര ചെയ്ത് അങ്ങനെ ചാട്ടുകുളത്ത് പോയിരുന്ന് മദ്യപിച്ചത്? അത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്നു വരുന്നു. എന്താണ് അതിന്റെ സത്യം, എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയാണ് കുന്നംകുളം സ്റ്റേഷനിൽ നേരിട്ട് ചെന്നത്. എന്തായാലും അവിടെ ചെന്നപ്പോഴാണ് സത്യം മനസ്സിലാക്കാനായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് പ്രദേശങ്ങൾ വരുന്നുണ്ട്. കേച്ചേരി മുതൽ ഇവിടെ കടവല്ലൂർ വരെ, പെരുമ്പലാവും കഴിഞ്ഞ് കടവല്ലൂർ വരെ, പഴഞ്ഞി, കാട്ടകമ്പാലി പ്രദേശങ്ങളൊക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വടക്കാഞ്ചേരി റോഡിലേക്ക് വരികയാണെങ്കിൽ പന്നിത്തടം വരെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. വലിയ ഒരു ഏരിയ പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിത്യേന നിരവധി വാഹനങ്ങൾ പിടികൂടാറുണ്ട്. പല കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ, പിന്നീട് ആ വാഹനങ്ങൾ പലരും തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള കേസുകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷന്റെ പരിസരം മൊത്തത്തിൽ വാഹനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടും കൂമ്പാരമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. അതായത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെങ്കിലും സൈഡിലാണെങ്കിലും പോലീസുകാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് പുറകിൽ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പരിസരത്തും നിരവധി മാലിന്യ കൂമ്പാരം തന്നെയാണ് അവിടെ കിടന്നിരുന്നത്. അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ, ആ പരിസരത്തേക്ക് ആളുകൾക്ക് ധൈര്യത്തോടു കൂടി ചെല്ലാൻ കഴിയില്ല. അത്തരമൊരു അവസ്ഥ ഈ പോലീസ് സ്റ്റേഷന്റെ ചുറ്റുഭാഗത്തുമുണ്ട് എന്നുള്ളതാണ്. ഇത് 2 ആഴ്ച മുന്നേ പോയ ആളുകൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ മാസം 5-ാം തീയതി പോലീസ് അവിടെ ഈ പ്രദേശം മൊത്തത്തിൽ ശുദ്ധീകരിച്ചു, ക്ലീനാക്കി, അവിടുത്തെ മാലിന്യങ്ങളൊക്കെ എടുത്തു മാറ്റി. ഒരു പിക്കപ്പ് വാൻ കൊണ്ടുവന്ന് അതിൽ ഈ മാലിന്യങ്ങളൊക്കെ പറക്കി കൂട്ടി അത് പോലീസിന്റെ ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്ന ഭാഗത്തേക്ക് മാറ്റി അവിടെ വലിയൊരു കുഴിയെടുത്ത് അത് അവിടെ കുഴിച്ചു മൂടി. ഈ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി ജോലിക്കാരെ ഒരുപാട് തപ്പി, ബംഗാളികളെയും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഒക്കെ പോലീസ് അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ ആരെയും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ബംഗാളി പണിക്ക് വന്ന് അയാൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ അവസാനം പോലീസ് തന്നെ രംഗത്തിറങ്ങി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യം അവിടെ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റേഷൻ വിസിറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ആക്കിയേ മതിയാകൂ. അതുകൊണ്ടാണ് പോലീസ് അരയും തലയും മുറുക്കി ഈ മാലിന്യം അവിടെ നിന്ന് നീക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് സമയത്തെ അധ്വാനം, അതുപോലെ തന്നെ ഈ മാലിന്യത്തിൽ കിടന്നുള്ള ഈ ഒരു കളി ആയതുകൊണ്ട് ശരീരമാസകലം ഈ മഴയും പെയ്യുന്നു, ആകെ മാലിന്യമായി.
പുറത്തൊരാളുടെ വണ്ടിയാണ് കൊണ്ടുവന്നു കൊടുത്തത്. ഈ വണ്ടിയിലും നിറയെ മാലിന്യമാണ്. ഈ മാലിന്യമെല്ലാം കൊണ്ടുപോയി സംസ്കരിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനകത്തേക്കോ സ്വന്തം വീട്ടിലേക്കോ കയറാൻ കഴിയാത്തൊരവസ്ഥയായി. ഈ സാഹചര്യത്തിൽ പോലീസ് ഈ വാഹനമെടുത്ത് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റു പോലീസുകാരെല്ലാവരും ചേർന്ന് കുന്നംകുളത്തിന് സമീപത്തുള്ള ചാറ്റുകുളം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവിടെ വലിയ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ പോയി ഈ വാഹനം വൃത്തിയാക്കി പോലീസുകാരും അവിടെ നിന്ന് കുളിച്ച് തിരിച്ചു പോന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ പോലീസുകാർ ജീപ്പിൽ കയറി യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോലീസുകാർക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷക്കാർ പോലീസുകാരെ വാഹനത്തിൽ കയറ്റില്ല. പോലീസിനെതിരെ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് ബംഗാളികളാണ് എന്ന് വിചാരിച്ചു എന്ന്. കാരണം അത്ര വലിയ അധ്വാനം പോലീസുകാർ സ്റ്റേഷനിൽ അവരുടെ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തത്. പോലീസ് ചാട്ടുകുളത്ത് പോയി വാഹനവും അതുപോലെ തന്നെ ശരീരവും ഒക്കെ വൃത്തിയാക്കി തിരിച്ചു വീടുകളിലേക്ക് പോയി. ഈ ഒരു കാര്യത്തെയാണ് വളച്ചൊടിച്ച് ചില ആളുകൾ പോലീസിന്റെ പാണ്ടിപ്പടം മോഡൽ യാത്ര കുന്നംകുളം നഗരത്തിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വാർത്ത പ്രചരിപ്പിച്ചത്. മാത്രമല്ല ഇവിടെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ പണി പൂർത്തിയാക്കിയ പോലീസുകാരെ കള്ളുകുടിയന്മാരുമാക്കി. എന്തായാലും ഇത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായി, മോശപ്പെട്ട ഒരു ആരോപണമായി എന്ന ഒരു അഭിപ്രായം പൊതുജനത്തിനുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യമാണ് പൊതുജനം ഉയർത്തുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഉണ്ടായതല്ല. ചില ആളുകൾ പോലീസിനെ ഫോളോ ചെയ്ത് ഇല്ലാത്ത ചില വാർത്തകളിൽ പോലീസിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന ഇത്തരം വാർത്തകൾക്ക് പുറകിലുണ്ട്. ആരാണ് അതിന് പുറകിൽ കൃത്യമായി പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന ഒരു നീക്കമാണ്. അതിന്റെ ഒക്കെ ഒരു ലക്ഷണമാണ്, അതിന്റെയൊക്കെ ഒരു തുടർച്ചയാണ് നമുക്ക് ഇവിടെ കാണാനായത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, പോലീസിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, പൊതുപ്രവർത്തകർ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരെ അത് അറിയിക്കും, അവരെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാഞ്ഞൂരിനും പത്തി എന്നൊരവസ്ഥയിലേക്ക് കുന്നംകുളം നഗരം മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സമയത്ത് ഒരു ചക്ക ഇട്ടപ്പോൾ ചില ആളുകൾക്ക് മുയലിനെ കിട്ടി. എന്നാൽ തുടർച്ചയായി ചക്ക ഇടുമ്പോഴൊക്കെ മുയലിനെ കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടി അവർ തുടർച്ചയായി പോലീസിനെതിരെ തിരിയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമാണ് ആവശ്യം. ആ പണത്തിനു വേണ്ടി എത്ര നീചമായ വഴികളിലൂടെയും അവർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിന് പോലും രക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പൊതുജനത്തിന്റെ ഒരവസ്ഥ പറയേണ്ടതില്ലല്ലോ. പോലീസ് ഇത്രമാത്രം നിർവീര്യമാകരുത്, നിസ്സഹായരായി നോക്കി നിൽക്കരുത് എന്നാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത്. എന്തായാലും ഇനിയും നോക്കി നിൽക്കാനാവില്ല എന്നൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇത്രമാത്രം മോശപ്പെട്ട ഒരു വാർത്ത, പോലീസിനെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ച ആളുകൾ ആരാണെങ്കിലും, അതിന് പിന്നിൽ ആരുടെ ഗൂഢാലോചനയുണ്ടെങ്കിലും, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ. പോലീസിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.